വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലായിരുന്നു യെല്ലോ മുന്നറിയിപ്പുണ്ടായിരുന്നത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത്. വിവരങ്ങളുമായി സുലേഖ ചേരുന്നു. സുലേഖ, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബിനു, എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്നുള്ള മുന്നറിയിപ്പ് നൽകിയതോടുകൂടി തന്നെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് എന്തായാലും 7 ജില്ലകളിലാണ് ഇത്തരത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഒപ്പം ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് ഇത്തരത്തിൽ യെല്ലോ അലേർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിന് കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് രായാലസീമയ്ക്കും ഒപ്പം കർണാടക തീരത്തിനു മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്കും ഒപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഈ ശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിനൊപ്പം തന്നെ ഇടിമിന്നലിനും ഒപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം കടലാക്രമണ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ജാഗ്രതാ നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്കും ഒപ്പം തീരദേശത്ത് താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് ഒപ്പം തെക്കൻ തമിഴ്നാട് തീരത്തിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോരത്ത് താമസിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമുള്ളത്. പൊതുവെ തെക്കൻ കേരളത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നിരുന്നാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സുലേഖയാണ് വിശദാംശങ്ങൾ നൽകിയത്.